നമസ്തേ. കുറൂരമ്മയുടെ കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ പുറയന്നൂരില്ലത്തെ ഗൗരി അന്തർജനം അടാട്ട് കുറൂരില്ലത്ത് കുടിവയ്ക്കപ്പെട്ട് വിഖ്യാതയായ കുറൂരമ്മയായി തീർന്നതിന് പിന്നിലുള്ള കഥ. നിഷ്കാമമായ ഭക്തിക്കും നിഷ്കളങ്കമായ സ്നേഹത്തിനും ലോകത്തിന് തന്നെ മാതൃകയായ കുറൂരമ്മയുടെ ജീവിത ചരിത്രമാണ് നമ്മൾ പറയുന്നത്. ഒരിക്കൽ നിൻമുഖം മനസ്സിൽ തെളിഞ്ഞാൽ ഒരിക്കലും മായുകിൽ എൻ്റെ കണ്ണ എന്ന നാമം ജപിച്ചുകൊണ്ട് ഈ കുറൂരമ്മയുടെ കഥയുടെ രണ്ടാമത്തെ ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ആ കുറൂരമ്മയുടെ ഇല്ലത്ത് സഹായിക്കുന്ന നാണിയുടെ മകൻ നാണി വഴക്ക് പറഞ്ഞതിനെ ചൊല്ലി നാട് വിട്ടു. അത് നാണി വന്നു കുറൂരമ്മയോട് പറയുന്നു. അപ്പോൾ കുറൂരമ്മ അതിന് മറുപടി കൊടുക്കുന്നു, സാരമില്ല നാണി, മകൻ തിരിച്ചു വരും. അപ്പോൾ നാണി വെളുപ്പിനുണർന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു നിമിഷം അന്തം വിട്ടു നിന്നു. അമ്മയുടെ പ്രവചനം പോലെ രാമു വരാന്തയിൽ കിടന്നുറങ്ങുന്നു. നാണി വേഗത്തിൽ മകനെ വിളിച്ചുണർത്തി. വിശപ്പും ദാഹവും യാത്രാക്ഷീണവും കൊണ്ട് കരുവാളിച്ച മുഖവുമായി രാമു അമ്മയുടെ മുമ്പിൽ നിന്ന് വിതുമ്പി. ഒന്നും ചോദിക്കാൻ നിൽക്കാതെ മകന് വേണ്ടി വേഗത്തിൽ ഭക്ഷണം ഒരുക്കി രാമു എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുത്തു. പിന്നെ താമസിച്ചില്ല, അവർ കുറൂരമ്മയുടെ മുമ്പിലെത്തി. അമ്മ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. രാമുവിനോട് വിശേഷങ്ങൾ തിരക്കി. വിശപ്പും ദാഹവും സഹിക്കാനാവാതെ അനുഭവിച്ചു തീർത്ത കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രാമു അമ്മയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ സാന്ത്വന സ്വരത്തിൽ പറഞ്ഞു, നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ അമ്മയെയും സ്നേഹം തന്ന് താലോലിച്ച അച്ഛനെയും മറന്നുള്ള ജീവിതം ജീവിതമല്ല. മാതാപിതാക്കളെ വേദനിപ്പിച്ച് നിങ്ങൾ പിടിച്ചെടുക്കുന്ന സാമ്രാജ്യവും സമ്പാദ്യങ്ങളും ഇലത്തുമ്പിൽ വീഴുന്ന ജലഗണം പോലെ ഏത് നിമിഷവും താഴെ വീണ് പൊട്ടിത്തകരാവുന്നതാണ്. അതുപോലെ ജീവിച്ചിടത്തോളം കാലം ഇനി എന്തായാലും നിന്റെ അമ്മ ജീവിക്കില്ല. ഇനിയുള്ള കാലം അമ്മയെ വേദനിപ്പിക്കാതെ സംരക്ഷിക്കാൻ നോക്ക്. അമ്മയുടെ മനസ്സ് നിറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം നമുക്ക് താനേ കൈവരും. ഭഗവാന്റെ നിത്യസാന്നിധ്യം അനുഭവിച്ചു കൊണ്ടുള്ള ജീവിതമാണ് മഹത്തരമായിട്ടുള്ളത്. വാക്കും പ്രവൃത്തിയും നന്മയിൽ അധിഷ്ഠിതമായി തീരാൻ അചഞ്ചലമായ ഭഗവത് സ്മരണ അത്യന്താപേക്ഷിതമാണ്. ഈ ലോകത്തിൽ നല്ലതും നിത്യവുമായി ഈശ്വരൻ മാത്രമേയുള്ളൂ. ഈശ്വരാർപ്പിതമായ മനസ്സിന് എന്നും നന്മയും നിത്യശാന്തിയും കൈവരും. ഒന്ന് ആലോചിച്ചു നോക്കൂ രാമു, ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം കുട്ടി ചെയ്തിട്ടുണ്ടോ? രാമു പൊക്കോളൂ, എല്ലാം ശരിയാകും. നാണി കാലത്ത് തന്നെ ഇല്ലത്തേക്ക് പോന്നാൽ പിന്നെ സന്ധ്യയോടെയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. നാണി ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണവും കഴിച്ച് തന്നിഷ്ടം പോലെ നടന്നിരുന്ന രാമുവിനെ വിളിച്ച് കുറൂരമ്മ ചെറിയ ചില പണികൾ ഏൽപ്പിച്ചു കൊടുത്തു. അവനത് ഭംഗിയായി ചെയ്തു തീർക്കുന്നുമുണ്ട്. രാമു ഇല്ലത്തെ ഒരാശ്രിതനായി കഴിഞ്ഞതോടെ അവൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലും കുറച്ച് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അല്പമൊന്ന് നിയന്ത്രിച്ച് നല്ല വഴിക്ക് നയിച്ചാൽ ആരെയും നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് കുറൂരമ്മ നാണിക്ക് അനുഭവത്തിലൂടെ കാണിച്ചു കൊടുത്തു. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് രാമുവിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഗൗരിക്ക് തലയ്ക്ക് സ്ഥിരമില്ലാതായിരിക്കുന്നുവെന്നും അതല്ല ഏട്ടൻ നമ്പൂതിരി സ്ഥലത്തില്ലാത്ത നേരത്ത് അവർക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നും അടുക്കളയിൽ സംസാരം നടന്നു. കുറൂരമ്മയുടെ മഹത്വം കണ്ടറിഞ്ഞ് അനുകൂലിക്കുന്നവരും അസൂയ കൊണ്ട് പ്രതികൂലിക്കുന്നവരും തമ്മിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളൊന്നും അമ്മ അറിയുന്നില്ല. അച്ഛൻ നമ്പൂതിരിയുടെ കണ്ണ് വെട്ടിച്ച് നാരികൾ ഒത്തുചേർന്നു. ഗൗരിയുടെ രഹസ്യബന്ധത്തെ കണ്ടുപിടിച്ച് ഇല്ലത്തെ ആണുങ്ങളുടെ കൺമുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാനാണ് ചിലരുടെ നീക്കം. കുറൂരമ്മയുടെ മഹത്വത്തെ അംഗീകരിക്കാനുള്ള മടി തന്നെയാണ് ഇതിനുള്ള കാരണം. മനുഷ്യൻ മനുഷ്യനെയാണ് മാനിക്കേണ്ടത്. മനുഷ്യനിലുള്ള നന്മയെ കാണാൻ ആരും ശ്രമിക്കുന്നില്ല. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാത്തതാണ് സകല ദുരന്തങ്ങൾക്കും കാരണം. മനസാക്ഷിയുള്ളവർ എന്നും നല്ലവരായി തന്നെ ജീവിക്കും. അവർക്ക് ചീത്തയായി തീരാൻ കഴിയില്ല. മനസാക്ഷിയുള്ളവരിൽ ഈശ്വരഭക്തി ദൃഢമായി നിലനിൽക്കുകയും ജീവിത മൂല്യങ്ങളിൽ ഊന്നി അവർ ജീവിതം ഭദ്രമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കുറൂരമ്മ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നാൽ പിന്നെ പല്ല് തേച്ച് മുഖം കഴുകി നേരെ കുളക്കടവിലേക്ക് നടക്കും. വെളിച്ചം വീണിട്ട് പുറത്തിറങ്ങിയാൽ മതിയെന്ന് ഇല്ലത്തുള്ളവർ ഉപദേശിക്കാറുണ്ടെങ്കിലും കുറൂരമ്മ അതൊന്നും അത്രയ്ക്ക് കാര്യമായി എടുക്കാറില്ല. ഭഗവാനെ സാക്ഷി നിർത്തി കുളിച്ചീറനോടെ നേരെ പൂജാമുറിയിലേക്ക് കയറും. ഇതാണ് പതിവ്. അപ്പോൾ പുറയന്നൂർ ഇല്ലത്തെ ജീവിതചര്യകളിൽ നിന്ന് ഗൗരി ഇപ്പോഴും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. നിറഞ്ഞ യൗവനത്തിൽ ആരും കൊതിച്ചു പോകുന്ന അംഗലാവണ്യത്തിനുടമയായ ഗൗരിയുടെ പരപുരുഷ ബന്ധം കണ്ടെത്തി പറഞ്ഞു ചിരിക്കാൻ അവസരം കാത്തിരുന്നവർക്ക് വഴി തെളിഞ്ഞു. കിടപ്പറയിലും പൂജാമുറിയിലും തേവാരപ്പുരയിലും വെച്ച് പലർക്കും തോന്നിയിട്ടുള്ള സംശയം
നേരം പുലരുന്നതിന് മുമ്പേ പൂജാമുറിയിൽ നിന്ന് രണ്ടുപേരുടെ ചിരിയും സംസാരവും കൊഞ്ചിക്കുഴയിലും കേട്ട് പലരും വന്ന് വാതിൽ പഴുതിലൂടെ എത്തി നോക്കി ഇങ്ങനെ ചെവിയോർത്തു നിന്നു. ഏട്ടൻ നമ്പൂതിരി സ്ഥലത്തില്ലാത്ത സമയമായിരുന്നത് കൊണ്ട് സംശയത്തിന് ശക്തി വർദ്ധിച്ചു. അപ്പോൾ അറിഞ്ഞവരെല്ലാം ഗൗരിയെ ബോധപൂർവം ഇങ്ങനെ ചതിച്ച് നാണം കെടുത്താനുള്ള ഒരുക്കത്തിലായിരുന്നു. വാതിൽ പുറമേ നിന്ന് പൂട്ടി ഇല്ലത്തെ ആണുങ്ങളെ വിളിച്ചു വരുത്തി രംഗം കൊഴിപ്പിക്കാൻ നേതൃത്വം നൽകിയത് മുമ്പൊരിക്കൽ നാവിറങ്ങിപ്പോയി ഗൗരിയുടെ കാല് പിടിച്ചു കരഞ്ഞ മൂത്ത ഏടത്തി തന്നെയായിരുന്നു. പുറത്ത് അരങ്ങേറുന്ന നാടകങ്ങളൊന്നും ഗൗരി അറിയുന്നില്ല. അകത്തുള്ളയാൾ ഓടി രക്ഷപ്പെടാതെ പിടിച്ചു കെട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തിയ ശേഷമാണ് വാതിൽ തുറന്ന്. ഒരു നിമിഷം അവർ ഇങ്ങനെ പരസ്പരം നോക്കി മിഴിച്ചു നിന്നു. അപ്പോൾ കുറൂരമ്മ ബാലഗോപാലിൻ്റെ മുമ്പിൽ ധ്യാന നിമഗ്നയായി തിരുനാമ സങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചു മുമ്പ് വരെ അകത്ത് കേട്ടുകൊണ്ടിരുന്ന കോലാഹലങ്ങളോ? ഈ ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ലായിരുന്നു. കണ്ണൻ്റെ ലീലാവിലാസങ്ങളിൽപ്പെട്ട് പലപ്പോഴും ഗൗരി തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ തേവാരപ്പുരയിലും പൂജാമുറിയിലും കിടപ്പറയിലുമെല്ലാം കുറൂരമ്മയ്ക്ക് കൂട്ടിനായി എത്തുന്നത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്ന രഹസ്യം കുറൂരമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. എല്ലാവർക്കും ഏട്ടൻ തിരുമേനിയായ കുറൂരമ്മയുടെ ഭർത്താവ് ദേശാടനത്തിനിടയിൽ വല്ലപ്പോഴും വന്ന് ഗൗരിയോടൊത്ത് 2-3 ദിവസം ഒരുമിച്ച് കഴിഞ്ഞ് പോകാറാണുള്ളത്. അപ്പോൾ ഇപ്പോൾ 1 മാസത്തോളമായി തമ്മിൽ കണ്ടിട്ട് താനൊരു അമ്മയാകാൻ പോകുന്ന വിവരം അറിയിക്കാൻ ഗൗരി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ഓരോ രാത്രികളിലും അവർ പ്രിയതമൻ്റെ പാദനിസ്വനം ഇങ്ങനെ കാതോർത്ത് കിടന്നു. ഒടുവിൽ പറന്നെത്തിയത് ഒരു ദുരന്ത വാർത്തയായിരുന്നു. അദ്ദേഹം തീർത്ഥാടന യാത്രയ്ക്കിടയിൽ വെച്ച് ഒരു ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. കുറൂരില്ലത്ത് ഇതുവരെ ആർക്കും ഒരു ഉണ്ണി പിറന്നിട്ടില്ല. ഒരു കുഞ്ഞിന് ജന്മം ഇങ്ങനെ കൊടുക്കാനുള്ള കുറൂരമ്മയുടെ മോഹം അപ്രതീക്ഷിതമായ മോഹാലസ്യത്തോടെ തകർന്നടിഞ്ഞു. വിധിക്ക് മുന്നിൽ കീഴടങ്ങിയ കുറൂരമ്മ അകത്തളത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിലേക്ക് ഉൾവലിഞ്ഞു. സങ്കടങ്ങൾ തരുന്നതും തീർക്കുന്നതും ഭഗവാൻ തന്നെയാണല്ലോ. ഈശ്വരനറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല പോലും കൊഴിയുന്നില്ല. പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോരോ ജന്മോദ്ദേശ്യങ്ങളുണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ചയക്കുന്ന വേഷങ്ങൾ ആടി തീർക്കാൻ നാം വിധിക്കപ്പെട്ടവരായിരിക്കുന്നു. വിധിയെ മാറ്റിയെഴുതാൻ നമുക്കാവില്ലല്ലോ. ദുഃഖങ്ങളെല്ലാം പൂർവ്വജന്മാർജിതമായ പാപത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്നും ഏത് ദുഃഖത്തെയും അതിജീവിക്കാനുള്ള മരുന്ന് ഈശ്വരസേവയും നിത്യേനയുള്ള നാമജപവുമാണെന്നും കുറൂരമ്മയ്ക്ക് ബോധ്യമായി. അപ്പോൾ മനസ്സർപ്പിച്ച് പൂജിക്കുകയും യാചിക്കുകയും ചെയ്താൽ ഭഗവാൻ എന്തും തരും. ഭൗതിക സുഖങ്ങളെല്ലാം നിഷ്ഫലമാണെന്ന് തിരിച്ചറിവോടെ ഭഗവാനിലേക്കുള്ള കുറൂരമ്മയുടെ യാത്ര പാതി വഴി എത്തിയപ്പോഴേക്കും ഭഗവാൻ കുറൂരമ്മയിലേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ വൈധവ്യ ദുഃഖത്തിൽ വെന്ത് നീറിയിരുന്ന കുറൂരില്ലത്തെ വിധവയിൽ വന്നു ചേർന്ന ആത്മീയമായ ഈ മാറ്റം അറിയാനിടയായവരെല്ലാം തന്നെ ഗൗരി അന്തർജനത്തെ കുറൂരമ്മയായി ആരാധിക്കാൻ തുടങ്ങി. ഭക്തി അതിൻ്റെ പാരമ്യത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കിയ ജ്ഞാതിവർഗവും സ്വജനങ്ങളും ഇവരെ ദിവ്യമാതാവായി പൂജിച്ചു. കാലക്രമേണ ഈ ദിവ്യാത്മാവിനെ കുറൂരമ്മയായി സർവരും ആരാധിക്കാനും ബഹുമാനിക്കാനും തുടങ്ങി. ഈ ലോകത്തെ സർവ്വവിധ ഭൗതിക സുഖങ്ങളും ആത്മാവിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് തികഞ്ഞ സാത്വികയായി പരിണമിച്ച ഗൗരി അന്തർജനം കാലക്രമേണ കുറൂരമ്മ എന്ന പേരിൽ വിഖ്യാതയായി. അക്കാലത്ത് ശ്രീകൃഷ്ണ ഭക്തനായി നാമസങ്കീർത്തനങ്ങളിൽ മുഴുകി അത്ഭുത ലീലകൾ കാട്ടി കീർത്തി നേടിക്കഴിഞ്ഞ ശ്രീ വില്വമംഗലം സ്വാമിയാരുടെ അനുഗ്രഹം കുറൂരമ്മയ്ക്ക് കിട്ടിയത് ഇങ്ങനെ യാദൃച്ഛികമല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു സന്യാസി വൈദ്യൻ കുറൂരില്ലത്ത് ഭിക്ഷയ്ക്കെത്തി. സന്യാസിക്ക് കൊടുത്ത ഭക്ഷണത്തിലെ പ്രധാന ഇനം ഭഗവാന് നേദിച്ച അടയായിരുന്നു. അടയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് സന്യാസി ചോദിച്ചു, ഇതാരാണ് ഭഗവാന് നേദിച്ചത്? ആ പുണ്യാത്മാവിനെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ? അപ്പോൾ ഒരു വിധവയുടെ പരിമിതിക്കുള്ളിൽ ഇല്ലത്തിൻ്റെ അകത്തളത്തിൽ ഒതുങ്ങിക്കൂടിയ കുറൂരമ്മയെ അച്ഛൻ നമ്പൂതിരി പുറത്തേക്ക് വിളിച്ചു. ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്ന ആളാണെങ്കിലും ഒരു ദിവ്യാത്മാവിനെ മറ്റൊരു ദിവ്യാത്മാവിൻ്റെ മുമ്പിലേക്ക് വിളിക്കുന്നതിൽ തെറ്റില്ലെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞു. അച്ഛൻ്റെ നിർബന്ധപ്രകാരം പുറത്തേക്ക് വന്ന കുറൂരമ്മ സന്യാസിയുടെ കാൽക്കൽ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു. ദിവ്യത്വം തുളുമ്പുന്ന കുറൂരമ്മയുടെ കണ്ണുകളിൽ നോക്കി സന്യാസി ഒരു മൂലമന്ത്രം അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. ഭക്തിപൂർവ്വം ഈ മന്ത്രം ജപിച്ച് ഉപാസിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷനാകുമെന്ന് സന്യാസി പറഞ്ഞപ്പോൾ കുറൂരമ്മ സ്വയം മറന്ന് ചോദിച്ചു പോയി, കണ്ണനെ എനിക്ക് എപ്പോഴും കാണാൻ കഴിയുമോ സ്വാമി? കണ്ണൻ എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ കഴിയുന്ന കുറൂരമ്മയ്ക്ക് ഇതുവരെ കണ്ണനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. മകനായും കളിക്കൂട്ടുകാരനായും ദിവ്യനായ വില്വമംഗലത്തോടൊപ്പമുള്ള കണ്ണനെ ദർശിക്കണമെന്ന് കുറൂരമ്മ ഒരുപാട് നാളായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്.
അതൊരിക്കൽ സാധ്യമാകുമെന്ന് സന്യാസി വര്യൻ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ശരീരം കോരിത്തെരിക്കുകയും ചെയ്തു. മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ, ആഗ്രഹം സഫലമാകും. യതിവര്യന്റെ വാക്കുകൾ കുറൂരമ്മയുടെ അന്തരാത്മാവിനെ തൊട്ടറിഞ്ഞു. അവർ മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ച് ധ്യാനനിരതയായി. ശരീരത്തിന്റെ ഭാരമില്ലായ്മയിൽ കുറൂരമ്മ സാവധാനം മേലോട്ടുയരാൻ തുടങ്ങി. ഓടക്കുഴലിന്റെ അമൃതധാരയോടൊപ്പം തുളസിക്കതിരിന്റെ സുഗന്ധവും ആത്മാവിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ കുറൂരമ്മ പെട്ടെന്ന് കണ്ണു തുറന്നു. മഞ്ഞപ്പട്ടുടയാടയും പീലിത്തിരുമുടിക്കെട്ടും കയ്യിൽ കൊച്ചോടക്കുഴലും ഇളം ചുണ്ടിൽ പാൽ പുഞ്ചിരിയുമായി മുമ്പിൽ ബാലഗോപാലൻ. ദിവ്യനായ വില്ലുമംഗല സ്വാമിയാർ പൂജിച്ചാരാധിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന സാക്ഷാൽ അമ്പാടിക്കണ്ണൻ. കണ്ണാ, പൊന്നുണ്ണിക്കണ്ണാ, ഭഗവാനെ! കണ്ണും മനസ്സും നിറഞ്ഞ കുറൂരമ്മ എഴുന്നേറ്റ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പ്രണമിച്ചു. അതിമധുരമായ പാൽപുഞ്ചിരിയോടെ ഭഗവാൻ മൊഴിഞ്ഞു, അമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യമ്മേ. ഓട്ടുരുളിയിലെ ചൂടുള്ള പായസത്തിലേക്ക് മിഴുന്നട്ട കണ്ണൻ അമ്മയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഉരുളിയിൽ നിന്ന് പായസം വാരിയെടുത്ത് ഭുജിക്കാൻ തുടങ്ങി. കണ്ണൻ്റെ കൈ പൊള്ളുമെന്ന് കരുതി ഒന്ന് ഭയന്നെങ്കിലും ചൂടൊന്നും കാര്യമാക്കാതെ ഉണ്ണി ആസ്വദിച്ച് ഭുജിക്കുന്നത് കണ്ടപ്പോൾ കുറൂരമ്മ സ്വയം മറന്നു. വിശപ്പടങ്ങിയപ്പോൾ ഉണ്ണി തലയുയർത്തി അമ്മയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, നല്ല സ്വാദുണ്ടമ്മേ, ദാ കുറച്ച് അമ്മയും കഴിച്ചോളൂ. കണ്ണൻ കുഞ്ഞിക്കൈയിൽ ഇങ്ങനെ അത് വാരിയെടുത്തിട്ട് കുറൂരമ്മയ്ക്ക് നേരെ നീട്ടി. വാ തുറക്കമ്മേ, കഴിച്ചോളൂ. അപ്പോൾ കുറൂരമ്മയുടെ ഭക്തിയുടെയും പൊന്നുണ്ണിക്കണ്ണൻ്റെ സ്നേഹത്തിൻ്റെയും ഈ മനോഹരമായ കഥയുടെ രണ്ടാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. മൂന്നാമത്തെ ഭാഗം ഉടനെ തന്നെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഭക്തി പുരസ്സരം എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാവരെയും പൊന്നുണ്ണിക്കണ്ണൻ അനുഗ്രഹിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഹരേ കൃഷ്ണ.